അതെ, ശ്രീ റോണി കെ ബേബി, ഇപ്പോൾ തമിഴ്നാട് പാസാക്കിയ 10 ബില്ലുകൾ, ഈ വിധിക്ക് തൊട്ടു പിന്നാലെ പാസാക്കിയ 10 ബില്ലുകളും നമുക്കറിയാം സർവകലാശാലകളുടെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ കേരളത്തിലും ഏറ്റവും അധികം തർക്കമുണ്ടായത് അത് തന്നെയാണ്. കാരണം രാഷ്ട്രീയ പ്രേരിതമായുള്ള നിയമനങ്ങൾ, അതാണ് ഇവിടെ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ചോദ്യം. ഭരണഘടനയും കോടതിയും ആർക്കാണ് കാവലാളാകേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ സാധാരണക്കാരെ അഴിമതി കൂടാരത്തിലേക്ക് രാഷ്ട്രീയ പ്രേരിതമായി തള്ളിവിടാതെ, അല്ലെങ്കിൽ ഈ തീരുമാനിക്കുന്ന സർക്കാരുകളൊക്കെ അവരുടെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നിയമനങ്ങളും അഴിമതിയും ഒക്കെ നടത്തുന്നതിനെതിരെ ഈ രീതിയിലുള്ള ഒരു കാവലാൾ, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ തലവൻ അതിൽ ഇടപെടേണ്ടതിൻ്റെ ആവശ്യകത തന്നെ കാണിക്കുകയില്ലേ? പല ബില്ലുകളും പാസ്സാകും, പക്ഷേ നിയമമാകാൻ പിന്നീടും കാലതാമസം എടുക്കും, പിന്നീട് അതിൻ്റെ കേസും പോവും, സങ്കീർണത വർദ്ധിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ അനന്തമായി നീളുന്ന ഒരു സാഹചര്യം കൂടിയല്ലേ ഈ വിധിയിലൂടെ ഉണ്ടാകുന്നത്? നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് മാതൃകയിലുള്ള പാർലമെന്ററി സംവിധാനമാണ്. പക്ഷെ നമ്മുടെ ഒരു പാർലമെന്ററി സംവിധാനമാണെങ്കിലും അവിടെ ഹെഡ് ഓഫ് ദ ഗവൺമെന്റ്, അത് കേന്ദ്രത്തിലാണെങ്കിൽ പ്രധാനമന്ത്രിയാണ്, സംസ്ഥാനങ്ങളിലാണ് മുഖ്യമന്ത്രിയാണ്. അവരാണ് റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. പക്ഷെ അവര് റിയൽ എക്സിക്യൂട്ടീവ് ആയിരിക്കുമ്പോൾ തന്നെയും നമ്മൾ പ്രസിഡന്റ് എന്ന പേരിലും ഗവർണർ എന്ന പേരിലും ഒരു നോമിനൽ എക്സിക്യൂട്ടീവിനെ കൂടി അവിടെ നമ്മൾ നിയമിച്ചിട്ടുണ്ട് ഭരണഘടനാപരമായി. പക്ഷെ അവരെ നിയമിക്കപ്പെടുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ ഭരണഘടനാപരമായിട്ടുള്ള സംവിധാനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഗവർണറെ ഇവിടെ വെച്ചിരിക്കുന്നു. ഇപ്പോൾ ഗവർണറെ വെച്ചതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളിൽ വളരെ കൃത്യമായി തന്നെ ഭരണഘടനാപരമായ കാര്യങ്ങൾ നടപ്പാക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. അതുകൊണ്ടാണല്ലോ ഇവിടെ നമ്മുടെ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് സർക്കാർ, അവർക്കറിയാമായിരുന്നു അവരുടെ പരിമിതികൾ. കാരണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണഘടനയ്ക്കുള്ളിലാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് എന്ന് EMS തന്നെ, അതിന്റെ പരിമിതികളെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടെന്നും EMS തന്നെ സത്യപ്രതിജ്ഞയുടെ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരുടെ പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമായി അവർക്ക് ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കേണ്ടി വന്നു, കൊണ്ടുവരേണ്ടി വന്നു. നടപ്പാക്കിയല്ല, കൊണ്ടുവരേണ്ടി വന്നു. നിയമസഭ പാസ്സാക്കി. പക്ഷെ എന്ത് ചെയ്തു? അത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 31ന്റെ ലംഘനമാണ്. ആർട്ടിക്കിൾ 31 എന്ന് പറയുന്നത് റൈറ്റ് ടു പ്രോപ്പർട്ടി ആയിരുന്നു, അന്ന് ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. വളരെ വ്യക്തമായി തന്നെ ഗവർണർ അത് എന്ത് ചെയ്തു? അത് പ്രസിഡന്റിന്റെ പരിഗണനയ്ക്ക് വിട്ടു. പ്രസിഡന്റ് അതിനെ അൺകോൺസ്റ്റിറ്റ്യൂഷനായി പ്രഖ്യാപിച്ചു. അതിനെ അൺകോൺസ്റ്റിറ്റ്യൂഷനായി പ്രഖ്യാപിച്ചതിനെതിരെ സംസ്ഥാന ഗവൺമെന്റ് ഒന്നും സുപ്രീം കോടതിയിൽ പോയില്ല. കാരണം എന്താ? സംസ്ഥാന ഗവൺമെന്റിന് തന്നെ വളരെ കൃത്യമായിട്ട് അറിയായിരുന്നു അത് ഭരണഘടനാ വിരുദ്ധമാണ്, ആ നിയമം ഭരണഘടനാ ലംഘനമാണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ ബില്ല് MA ബേബി വളരെ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ന്യൂനപക്ഷങ്ങളുടെ അല്ലെ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒക്കെ അവകാശങ്ങൾ എടുത്തു കളയുന്ന, ഭരണഘടനാപരമായ അവകാശങ്ങൾ എടുത്തു കളയുന്ന ആ വിദ്യാഭ്യാസ ബില്ല് അവർക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയായിരുന്നു ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ളത്. ആ ബില്ല് പാസ്സാക്കി നിയമസഭയിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു ഇത് കോടതി മുമ്പിൽ നിലനിൽക്കുന്നതല്ല. അപ്പോൾ എന്ത് ചെയ്തു? വ്യക്തമായി തന്നെ ഗവർണർ അന്നേരം തന്നെ അത് വെച്ച് താമസിപ്പിച്ചില്ല, പ്രസിഡന്റിന് വിട്ടു. പ്രസിഡന്റ് അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു. അതാണ് ഇവിടുത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയായിരിക്കണം ഗവർണർ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഈ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ 2 അംഗ ബെഞ്ച് പറഞ്ഞ വിധിയില് ഭരണഘടനയിലെ ഏത് വകുപ്പുകൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഗവർണർ പ്രവർത്തിച്ചത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഇവർ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ പ്രവർത്തിച്ചു. കാരണം ഭരണഘടനയുടെ കൃത്യമായിട്ടുള്ള ഒരു നടപടിക്രമം ഇവിടെ പ്രസിഡന്റ് ഒപ്പിട്ടോ ഇല്ല എന്നുള്ളതല്ല പ്രശ്നം. കാരണം പ്രസിഡന്റിലേക്ക് ഈ സംഭവം എങ്ങനെ എത്തി എന്നുള്ളതാണ് പ്രശ്നം. കാരണം പ്രസിഡന്റിലേക്ക് ഈ ബില്ലുകൾ ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് തമിഴ്നാട് ഗവർണർ അതാണ് ഇവിടെ സുപ്രീം കോടതി പരാമർശിച്ച കാര്യം. 142 അല്ലെ 142 വകുപ്പ് സുപ്രീം കോടതിക്ക് നൽകുന്ന അധികാരം എന്ന് പറയുന്നത് അല്ലാതെ എന്തിലും ഏതിലും ഇറങ്ങി ഇത് ഭരണഘടനാ വിഷയമാണെങ്കിലും ചുമ്മാ അതിനകത്ത് ഇറങ്ങി അഭിപ്രായം പറയാൻ വേണ്ടിയല്ല. കൃത്യമായി തന്നെ if there is a violation of the provisions of the constitution, അവിടെയാണ് ആർട്ടിക്കിൾ 142 ഇവിടെ കൃത്യമായി സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്നത്. ഇപ്പൊ നമ്മൾ പരാമർശിച്ചമായ ഒരുപാട് കേസുകളുണ്ട്. ഇപ്പൊ ശബരിമല വിധിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമായിക്കോട്ടെ, അല്ലെങ്കിൽ കേശവാനന്ദ ഭാരതി കേസ് ആയിക്കോട്ടെ, ബൊമ്മെ കേസ് ആയിക്കോട്ടെ, അവിടുത്തേക്ക് ഒരു പ്രശ്നം എന്താ അറിയോ? അവിടെയൊക്കെ അതിനകത്തൊരു വ്യക്തതയില്ലായിരുന്നു, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ക്ലാരിറ്റി ഇല്ലായിരുന്നു. ഇപ്പോൾ ബൊമ്മെ കേസിലെ ജഡ്ജ്മെന്റ് തന്നെ വന്ന വകുപ്പ് എന്താ? ഒരു ഗവൺമെന്റിനെ, കാരണം ഭരണഘടനയിൽ വ്യക്തത ഇല്ലാതിരുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു ഗവൺമെന്റിന് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം ആർക്കും ഭൂരിപക്ഷം കിട്ടുന്നില്ല, പ്രസിഡന്റ് അല്ലെങ്കിൽ ഗവർണർ എന്ത് ചെയ്യണം? ആരെ ഗവൺമെന്റ് ഫോം ചെയ്യാൻ തെരഞ്ഞെടുക്കണം? കാരണം ഭരണഘടനയിൽ അതിനു മുൻപ് പറഞ്ഞിരുന്നത് ലീഡർ ഓഫ് ദ മജോറിറ്റി പാർട്ടി ഇൻ ദ ഹൗസ് എന്നാ പറയുന്നത്. അല്ലെങ്കിൽ സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ നേതാവിനെ ഒന്ന് പ്രധാനമന്ത്രിയായിട്ടോ അല്ലെ മുഖ്യമന്ത്രിയായിട്ടോ പ്രസിഡന്റിനോ ഗവർണറോ ക്ഷണിക്കാം എന്നാ ഭരണഘടനയിൽ പറഞ്ഞിരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം ആർക്കും ഭൂരിപക്ഷം കിട്ടാതെ വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ ഗവർണർ എന്ത് ചെയ്യും? അതുപോലെ ഭരണഘടനയിൽ പറയാത്ത ഒരു കാര്യമാണ്, ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഒരു ഗവൺമെന്റിന്റെ ഉപദേശം കേൾക്കാൻ പ്രസിഡന്റ് ഗവർണറോ ബാധ്യസ്ഥരാണോ? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗവൺമെന്റിനെ പിരിച്ചുവിടണമെങ്കിൽ എന്ത് കാര്യങ്ങൾ അല്ലെങ്കിൽ ഗവർണർ അല്ലെങ്കിൽ പ്രസിഡന്റ് ചെയ്യണം? അപ്പൊ അതിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് കൃത്യമായി തന്നെ ഈ ഭരണഘടന ഈ നമ്മുടെ ബൊമ്മെ കേസിലെ 9 അംഗങ്ങൾ അടങ്ങുന്ന
ഒരു വിശാല ബെഞ്ചിലേക്ക് 9 അംഗങ്ങൾ അടങ്ങുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിലേക്ക് പിന്നെ കാര്യങ്ങൾ വരുന്നത്. പക്ഷെ ഇവിടുത്തെ കാര്യം എന്താണ്, ഇവിടുത്തെ വളരെ പ്രൈമ ഫേസിയ തന്നെ ഇവിടുത്തെ പ്രശ്നം. അപ്പം ഞാൻ ആദ്യം മുതൽ വാദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് പിന്നെ ഇവിടുത്തെ ഒരു സാങ്കേതിക പ്രശ്നം, ഇതിനെ 3 മാസം നിശ്ചയിക്കുവാൻ 2 മാസം നിശ്ചയിക്കുവാൻ ഈ 2 അംഗ ബെഞ്ചിന് അധികാരമുണ്ടോ ഇല്ല എന്നുള്ളൊരു സാങ്കേതിക പ്രശ്നം മാത്രമേ അവിടെയുള്ളൂ. പക്ഷേ ഇവിടെ വന്നത് ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള അതിന്റെ അടിസ്ഥാന തട്ടിൽ തന്നെ, അതിന്റെ ബേസിക് ലൈനിൽ തന്നെ എന്താണ്, അതിനകത്ത് കൃത്യമായി തന്നെ ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള ഭരണഘടന വിരുദ്ധത. അപ്പോൾ ഇവിടെ ഇത്